മകൻ അച്ഛനെ കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നിൽ ബ്ലാക്ക് മാജിക് ഉണ്ടെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ്. പ്രതി പ്രജിന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. പ്രജിൻ വീട്ടിൽ സ്ഥിരം കേട്ടിരുന്നത് ചൈനീസ് പാട്ടെന്ന് പോലീസ്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അജീഷ്, ഈ പോലീസ് ഈ കൊലപാതകത്തിന് പിന്നിൽ ബ്ലാക്ക് മാജിക് എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു കാരണം ഇയാൾ കേട്ടിരുന്നത് ചൈനീസ് പാട്ടാണെന്ന് പറയുന്നു. അപ്പം മറ്റെന്തൊക്കെ കാരണങ്ങളാണ് ഈ ബ്ലാക്ക് മാജിക് എന്നൊരു വിഷയത്തിലേക്ക് നയിക്കുന്നത്? കീർത്തന കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ നടത്തിയ പരിശോധന, അതായത് ഈ പ്രജിന്റെ മുറിയിൽ നടത്തിയ പരിശോധനയിലാണ് ഈ ബ്ലാക്ക് മാജിക് എന്ന് സംശയിക്കുന്ന പല തെളിവുകളും കണ്ടെത്തിയത്. പ്രത്യേകിച്ച് ഈ വവ്വാലിന്റെ ചിത്രമുള്ള ആയുധങ്ങൾ, അതേപോലെ തന്നെ തലമുടി കൂമ്പാരം പോലെ കൂട്ടിയിട്ടിരിക്കുന്നു, ആയിരക്കണക്കിന് സിഗരറ്റ് പാക്കറ്റുകൾ, അതേപോലെ തന്നെ കളിമണ്ണ് കൊണ്ടുള്ള തലയോട്ടിയുടെ പ്രതിമകൾ, അങ്ങനെ ബ്ലാക്ക് മാജിക് എന്ന് സംശയിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഈ മുറിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഈ കുടുംബത്തിന്റെ മൊഴിയും അത്തരത്തിലുള്ളതായിരുന്നു. പ്രധാനമായും പ്രജിന്റെ അമ്മ പറഞ്ഞിരുന്നത് ഇയാൾ ഈ മുറിക്ക് അകത്ത് അടച്ചിരുന്ന് പലതരത്തിലുള്ള പാട്ടുകളും കേട്ടിരുന്നു. അതിൽ ചൈനീസ് പാട്ടുകളും ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഈ നിഗൂഢ സ്വഭാവങ്ങളുള്ള പാട്ടുകളായിരുന്നു എന്ന് കുടുംബം പറയുന്നു. മാത്രമല്ല കുടുംബത്തെയും പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നതായിട്ടും പറയുന്നുണ്ട്. എന്തായാലും ഈ ബ്ലാക്ക് മാജിക് ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ ഈ പ്രജിന്റെ മൊബൈൽ ഫോണും ഒപ്പം തന്നെ കമ്പ്യൂട്ടറും പരിശോധിക്കേണ്ടതുണ്ട്. മൊബൈൽ ഫോൺ ഇയാൾ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുമ്പോൾ ഫോർമാറ്റ് ചെയ്ത ശേഷമാണ് ഹാജരായതും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡാറ്റയൊക്കെ റിക്കവർ ചെയ്യണമെങ്കിൽ സൈബർ സെല്ലിന്റെ സഹായം ആവശ്യമുണ്ട്. അതിനുവേണ്ടിയിട്ടാണ് അത് കൈമാറിയിരിക്കുന്നത്. ഇയാളുടെ കമ്പ്യൂട്ടറും പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധനയിലേക്കും പോലീസ് ഉടൻ കടക്കും. നിലവിൽ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് പ്രജിനുള്ളത്. വൈകാതെ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിലെടുത്ത ശേഷമായിരിക്കും ഈ തെളിവുകളടക്കം ശേഖരിച്ച് വിശദമായി ചോദ്യം ചെയ്യുക. ശരി, അജീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. അജീഷ് പറയുന്നതനുസരിച്ച്